നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്, കറന്റ് ഇമോഷൻസ് എന്താണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിന് എത്രമാത്രം ഈ പേഴ്സന്റെ മനസ്സിൽ ഹൃദയത്തിൽ പ്രാധാന്യമുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങളിൽ അട്രാക്ഷൻ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട്, എത്രമാത്രം ഇന്റിമേറ്റ്ലി നിങ്ങളെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് എന്താണ്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെ അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കൽ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്, ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നോക്കൂ, അട്രാക്ഷൻ എന്നുള്ളൊരു കാർഡാണ്. സെക്കൻഡ് വൺ നിങ്ങൾക്ക് കെമിസ്ട്രി എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ എക്സ്പ്രസ് യുവർ ലവ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഗെറ്റ് ടു നോ ഈച്ച് അതർ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ബോട്ടം ഓഫ് ദ ഡെക്ക് എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് സെൽഫ് റെസ്പെക്ട് എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് തന്നെ നോക്കൂ, അട്രാക്ഷൻ എന്നുള്ളൊരു കാർഡാണ്. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങളോട് ഈ വ്യക്തിക്ക് എത്ര മാത്രം അട്രാക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് റൊമാൻറ്റിക് ഫീലിംഗ്സ്, അട്രാക്റ്റീവ് ഫീലിംഗ്സ് ടുവേർഡ്സ് യു, അതേപോലെ തന്നെ ഫിസിക്കൽ, ഇമോഷണൽ അല്ലെങ്കിൽ ഇന്റിമേറ്റ് ഫീലിംഗ്സ് ആണ് നിങ്ങളോട് ഈ വ്യക്തിക്ക് തോന്നുന്നത്. നിങ്ങളുമായിട്ട് കാണണം, നിങ്ങളുമായിട്ട് സംസാരിക്കണം, നിങ്ങളുടെ അടുത്ത് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നതിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കെമിസ്ട്രി എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ ആദ്യത്തെ കാർഡ് അട്രാക്ഷൻ, ദെൻ നെക്സ്റ്റ് വൺ കെമിസ്ട്രി. സോ ഒരു ഡീപ്പ് ലവ് എനർജി, ഡീപ്പ് റൊമാൻറ്റിക് ഫീലിംഗ്സ് ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അതായത് ഒരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് എനർജി, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സോൾമേറ്റ് എനർജി, ഒരു ട്രൂ അട്രാക്ഷൻ, ട്രൂ റൊമാൻറ്റിക് തോട്ട്സ് ആണ് നിങ്ങളോട് ഈ വ്യക്തിക്ക് തോന്നുന്നത്. നിങ്ങളുമായിട്ട് ഒരു ഒരുമിച്ചുള്ള ഒരു മൊമെന്റ്സ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു, ടുഗദർനെസ് ആഗ്രഹിക്കുന്നു, റീയൂണിയൻ എനർജി, റീകൺസിലേഷൻ എനർജി. നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു എന്നതിനെ കാണിക്കുന്നു. ഓക്കെ, ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു കെമിസ്ട്രി നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് നോക്കൂ, എക്സ്പ്രസ് യുവർ ലവ്. സോ ഇത്രയും നിങ്ങളുടെ അട്രാക്ഷനും നിങ്ങളോടുള്ള ആ ഒരു കെമിസ്ട്രിയും ഉള്ള ഈ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇവരുടെ ആ ഒരു ലവ് മൊമെന്റ്സ് അല്ലെങ്കിൽ ലവ് ഫീലിംഗ്സ്, റൊമാൻറ്റിക് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഈ പേഴ്സൺ തുറന്ന സമ്മതിക്കുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ കൂടെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഇല്ല എങ്കിൽ ഞാൻ ഒറ്റപ്പെടുകയാണ്, എനിക്ക് ഒറ്റയ്ക്കുള്ള ഒരു എനർജിയാണ് ഫീൽ ആകുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു ടുഗദർനെസ്സിനെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഇവരുടെ ആ ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ റൊമാൻസ് ഒക്കെ നിങ്ങളോട് വെളിപ്പെടുത്തണം. എത്രമാത്രം ഈ പേഴ്സന്റെ ലൈഫിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടുഗദർനെസ് എത്രമാത്രം ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് ആണ് എന്നതിനെ കാണിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഗെറ്റ് ടു നോ ഈച്ച് അതർ. ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ നിങ്ങളെ അറിയണം, അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങളെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് ഇതുവരെയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫാക്ച്വേഷൻ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളോട് ജസ്റ്റ് ഒരു മിയർ അട്രാക്ഷൻ മാത്രമാണ്, ഒരു സീരിയസ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇവിടെ നോക്കൂ, ഈ പേഴ്സൺ പറയുന്ന നോക്കൂ, നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്തറിയണം, നിങ്ങളെ കൂടുതൽ അടുത്തറിയണം, നിങ്ങളുടെ അടുത്ത് അത്രമാത്രം ഒരു വേർപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഒബ്സെഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു
അറ്റാച്ച്മെന്റ്, ഒരു അട്രാക്ഷൻ, അതായത് മറ്റൊരു വ്യക്തിക്കും നിങ്ങളെ വിട്ടുകൊടുക്കരുത് എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ നിങ്ങളെ അടുത്തറിയണം. നിങ്ങൾക്കിടയിൽ ഒന്നും തന്നെ മറച്ചു പിടിക്കേണ്ടതായിട്ടില്ല, ഹൈഡിങ് ഇല്ല, ഒരു തരത്തിലുള്ള സീക്രട്സും വെക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പരസ്പരം ഒരു ഓപ്പൺ കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു ട്രൂത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ ഉണ്ടായിരുന്ന ഫ്ലോസ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസിനെ ഒക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുവരെ ഉണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഫൈറ്റ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെയൊക്കെ ഡിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി ഫുള്ളി കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് സ്റ്റെബിലിറ്റി എന്നുള്ളൊരു കാർഡാണ്. ഓക്കെ, സോ കണ്ടിന്യൂസ് ഈ പേഴ്സന്റെ ആ ഒരു ഹീലിംഗിനെ കാണിക്കുന്നുണ്ട് അല്ലെ. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റി, ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സീരിയസ് അല്ലാത്ത അപ്രോച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിക്കളി പോലത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ, ഒരു മെച്ചുവേർഡ് അല്ലാത്ത ഒരു രീതിയിലുള്ള പെരുമാറ്റ ശൈലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, സ്റ്റേബിൾ തോട്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഡിസിഷൻ, അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും മെച്ചുവേർഡ് എനർജിയിലോട്ട് കടക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്റ്റേബിൾ തോട്ട്സ് ആണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് തോന്നുന്നത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് സെൽഫ് റെസ്പെക്ട്. ഓക്കെ, സോ സെൽഫ് റെസ്പെക്ട്, ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് ഒരു വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നിട്ടുണ്ടാകാം. അതായത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തി ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ടും സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ഇല്ല, ഫുള്ളി ഇൻവോൾവ് അല്ല, വെറും ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്ട് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയ സാഹചര്യം, അതായത് നിങ്ങൾ കൊടുക്കേണ്ടെന്ന, നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടുന്നതിന്റെ പരമാവധി എടുത്തിട്ടും നിങ്ങൾക്ക് തിരികെ ഒന്നും ലഭിക്കാതെ വീണ്ടും വീണ്ടും നിങ്ങൾ മാത്രം ഈ പേഴ്സന്റെ ബാക്കിൽ പോയി അല്ലെങ്കിൽ ഈ പേഴ്സനെ ചേസ് ചെയ്യുന്നതും, നിങ്ങൾ ആണ് കരഞ്ഞ് വിഷമിച്ച് ഈ പേഴ്സന്റെ ആ ഒരു ലവിന് വേണ്ടി, ആ ഒരു കെയറിന് വേണ്ടി ഒക്കെ കൊതിച്ച് ഈ പേഴ്സന്റെ ബാക്കിൽ നടന്നിരുന്ന നിങ്ങളാണ്. പക്ഷേ തിരികെ നിങ്ങൾക്ക് ആ ഒരു ഇക്വാലിറ്റി ലഭിച്ചിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു പുച്ഛം തോന്നുന്ന രീതിയിൽ പോലും തോന്നിയിട്ടുണ്ടാകും. എന്തിനാണ് ഇത്രയും ഞാനിങ്ങനെ സഹിക്കേണ്ടി വരുന്നത്, ഇത്രയും ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകുന്നതിന്റെ റീസൺ എനിക്ക് എന്ത് കിട്ടി, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഈ പേഴ്സൺ നശിപ്പിച്ചു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ആ ഒരു പെയിൻ തന്നു, നിങ്ങളിലേക്ക് ആ ഒരു സീരിയസ് അപ്രോച്ച് തരാത്തപ്പോൾ നിങ്ങൾ എത്രമാത്രം വേദനിച്ചു എന്നുള്ളതൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. മേ ബി ഇവർക്കും തിരിച്ച് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് മേ ബി തേർഡ് പാർട്ടിയിലൊക്കെ പോയ ഒരു പേഴ്സൺ ആയിരുന്നു എങ്കിൽ ഒരു തിരിച്ചടി ഈ പേഴ്സണ് ലഭിച്ചിട്ടുണ്ടാകാം. സ്ട്രോങ് കർമ്മ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെട്ട പോലെ ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളത്, തിരിച്ച് സെയിം ആ ഒരു ഫീലിംഗ്, ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്കും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ എം സീക്രട്ട്ലി ഒബ്സസ്ഡ് വിത്ത് യു എന്നുള്ളൊരു മെസ്സേജ് ആണ്. അതായത് ഒരു സീക്രട്ട് ഒബ്സഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഒബ്സഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്നുണ്ട്. അത്രയധികം അട്രാക്ഷൻ, അത്രയധികം ഒരു പൊസസീവ്നെസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മേ ബി ഈ പേഴ്സൺ എക്സ്പ്രസ് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ഇവരുടെ പ്രണയം പറയുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് എത്രമാത്രം നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ട്രോങ് സീക്രട്ട് ഒബ്സഷൻ ഈ പേഴ്സൺ നിങ്ങളോട് ഫീൽ ആകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് ടു മേക്ക് തിങ്സ് റൈറ്റ്.
അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ, ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ മുഴുവനുമായിട്ടും മാറ്റി നിർത്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ ഒക്കെ റിസോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതായത് ഏതൊക്കെ സിറ്റുവേഷൻ, ഏതൊക്കെ ആളുകൾ ഉണ്ട്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഫൈറ്റ്സ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട് എങ്കിൽ പോലും ഈ പേഴ്സൺ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് യു ആർ പെർഫെക്റ്റ് ഫോർ മീ. ഓക്കെ, സോ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ ഇവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ ആണ്, ട്രൂ സോൾമേറ്റ് ആണ്. അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഈ പേഴ്സന്റെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ലഭിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണ് കൊടുക്കാവുന്ന സ്നേഹവും ആ ഒരു കരുതലും അഫെക്ഷനും ഒന്നും മറ്റൊരു വ്യക്തിയിൽ നിന്നും ഈ പേഴ്സൺ ഇനി ലഭിക്കില്ല എന്ന് ഈ പേഴ്സൺ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എത്രമാത്രം ഇവർക്ക് പെർഫെക്റ്റ് ആണ് എന്ന് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ സ്റ്റോക്ക് യു. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്, സംസാരിക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും ഈ പേഴ്സണെ മറക്കാനോ അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളെ വേണ്ട എന്ന് വെക്കാനോ സാധിക്കില്ല. സ്ട്രോങ് ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അപ്ഡേറ്റ്സ് അറിയുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് വേ ആയിരിക്കാം, പക്ഷേ ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് അറിയണമെന്ന വളരെ വളരെ ആഗ്രഹമുണ്ട്. ഓക്കെ, സോ മേ ബി സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ത്രൂ ഈ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാകാം, മേ ബി ഫ്രണ്ട്സ് ത്രൂ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടാകാം. എത്ര നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ എത്ര നിങ്ങൾ തമ്മിൽ ആ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് അത്രമാത്രം സ്ട്രോങ് അട്രാക്ഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് വൈ യു സോ മീൻ. അതായത് മേ ബി ഈ പേഴ്സൺ ഒരു സ്ട്രോങ് പോസസീവ്നെസ് തോന്നുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. അതായത് മേ ബി ഇനിയിപ്പോൾ നിങ്ങൾ ഇവരെ ചേസ് ചെയ്യുന്നത് നിർത്തി, അല്ലെങ്കിൽ നിങ്ങളാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ ആ ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കുറെ കൂടി പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങളിപ്പോൾ കൂടുതൽ സമയം കണ്ടെത്തുന്നത്, നിങ്ങളുടെ ഹാപ്പിനെസ്സിനാണ് കൂടുതൽ ടൈം കണ്ടെത്തുന്നത്. ഈ പേഴ്സണെ നിങ്ങൾ വാച്ച് ചെയ്യുകയോ സ്റ്റോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല, ചേസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ പേഴ്സൺ അതിലൊക്കെ ഒരുപാട് അസ്വസ്ഥത കാണിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ പേഴ്സൺ അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു ഇമ്പോർട്ടൻസ്, അട്രാക്ഷൻ കുറഞ്ഞു പോയോ, സ്നേഹം കുറഞ്ഞു പോയോ എന്നുള്ള ആ ഒരു സ്ട്രോങ് പൊസസീവ് എനർജി തോന്നിക്കുകയാണ്. അതായത് അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് വൈ യു സോ മീൻ, എന്തിനാണ് എന്നോട് ഇത്രയും കഠിനമായിട്ട് പെരുമാറുന്നത്. മീൻസ് ആ പേഴ്സൺ അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഇവരെ ചേസ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും പ്രയോറിറ്റി ഉണ്ടോ, മറ്റേതെങ്കിലും പേഴ്സൺ ഉണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ പേഴ്സൺ അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ഓവർ. ഓക്കെ, സോ വീണ്ടും പറയുന്നത് നോക്കൂ, നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടില്ല, ഇതുവരെയും നമ്മളുടെ ആ ഒരു ബന്ധത്തിന് അവസാനമായിട്ടില്ല. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു, ഇപ്പോഴും നീ എന്റെ പ്രിയപ്പെട്ടതാണ്, നിന്നോട് എനിക്ക് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്, ഒരുപാട് റൊമാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് സംടൈംസ് ഐ വിഷ് ഐ നെവർ മെറ്റ് യു. ഓക്കെ, സോ മേ ബി ഈ പേഴ്സന്റെ തന്നെ മിസ്റ്റേക്സ് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും നോ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഈ പേഴ്സൺ പറയുന്നത് ആ ഒരു ഗിൽട്ടി തോട്ട് വെച്ചിട്ടാണ് ഈ പേഴ്സൺ പറയുന്നത്. ആ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു കുറ്റപ്പെടുത്തുന്ന പോലെയാണ് ഈ പേഴ്സൺ പറയുന്നത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാതിരുന്നിരുന്നെങ്കിൽ നീ ഇത്രയും വേദനിക്കേണ്ടി വരില്ലായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ഞാൻ കാരണം ഇത്രത്തോളം വിഷമം, ഇത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ വളരെയധികം ഒരു പശ്ചാത്താപത്തോടെയാണ് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ പറയുന്നത്.
ഈ പേഴ്സൺ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്, ഒരു ഗിൽട്ട് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. ഒരു ഹീലിംഗ് ഈ പേഴ്സണ് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലോട്ട് ആ ഒരു ട്രൂത്ത് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ട്രൂ ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത് ഐ ടോക്ക് ടു യു എ ലോട്ട് ഇൻ മൈ ഹെഡ്. അതായത് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത വണ്ണം നിങ്ങൾ തമ്മിൽ ഡിസ്റ്റന്റിലാണ്. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാമിലി കൊണ്ടോ സൊസൈറ്റിയുടെ ആ ഒരു പ്രഷർ കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനോ കാണാനോ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. എങ്കിലും നിങ്ങൾ ടെലിപ്പത്തിക്കലി കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രണയത്തിനും നിങ്ങളുടെ ആ ഒരു സോൾസിനും തമ്മിൽ കണക്ട് ആകാതിരിക്കാൻ സാധിക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതായത് ഈ പേഴ്സൺ കണ്ടിന്യൂസ്ലി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് ഈ പേഴ്സന്റെ മൈൻഡ് എത്രമാത്രം ക്രേവ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനെ ഇവിടെ കാണിക്കുന്നു. അതായത് ഈ പേഴ്സൺ കണ്ടിന്യൂസ്ലി നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ഈ പേഴ്സണ് തോന്നുന്നത്. അതായത് ഒരു ഡിസ്റ്റന്റ് ഒരിക്കലും ഫീൽ ആകുന്നില്ല നിങ്ങളുടെ പേഴ്സണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഐ നീഡ് യുവർ ടൈം ആൻഡ് കമ്മിറ്റ്മെന്റ്. അതായത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ പ്രണയം ഒക്കെ ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇവരുടെ ചില സിറ്റുവേഷൻസ് കാരണം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് എങ്കിൽ, മേ ബി ഫിനാൻഷ്യൽ വൈസോ, അല്ലെങ്കിൽ മേ ബി ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ടോ, സൊസൈറ്റിയുടെ ഒരു പ്രഷർ കാരണമോ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ എന്തെങ്കിലും ക്യാരക്ടർ വൈസ് ആയിട്ടുള്ള ചില എനർജി കാരണം, അതായത് ഈഗോയിസ്റ്റിക് നേച്ചർ കാരണം, അല്ലെങ്കിൽ ഒരു വാശിയൊക്കെ കാരണമാണ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായിട്ടുള്ളത് എങ്കിൽ അതെല്ലാം റിസോൾവ് ചെയ്യാൻ, അതിനെല്ലാം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ അല്പം ടൈം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ലാസ്റ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് നത്തിങ് എൽസ് മാറ്റേഴ്സ് ബട്ട് യു. ഓക്കെ, സോ ഈ പേഴ്സൺ പറയുന്നത് നോക്കൂ, മറ്റൊന്നിനെയും മറ്റൊരു സിറ്റുവേഷനെയും മറ്റാരെയും എനിക്ക് നോക്കണ്ട, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, പക്ഷേ നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്ന് നീ മനസ്സിലാക്കണം. നീ എനിക്ക് വേണം, നീ എനിക്ക് കൂടിയേ തീരൂ. നമ്മുടെ ലൈഫിൽ നീയും ഞാനും ഇല്ല എങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഒരു ഹാപ്പിനെസ്സോ ആ ഒരു പൂർണ്ണതയോ ലഭിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെന്റും നിങ്ങളുടെ ടൈമും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ടൈമിൽ കാണാതെ നിങ്ങളെ വിലവെക്കാതെ മാറി നിന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും ഈ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗിൽട്ട് ഫീലിംഗ്, അതായത് റെക്കഗ്നീഷൻ, റിയലൈസേഷൻ എനർജി നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവർക്കും ഒരുപോലെ റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ബെറ്റർമെന്റ്, ഒരു ഫ്യൂച്ചർ, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഹാപ്പി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യുക. ഈ ഒരു എനർജി നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ അത്രയും ഒരു ആത്മാർത്ഥതയോടുകൂടി, അത്രയും ഒരു വിശ്വാസപൂർവ്വം നിങ്ങൾ ക്ലെയിം ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സന്റെ പോസിറ്റീവ് ഹീലിംഗ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം. സ്ട്രോങ് പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസിന് ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കില്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. അത് റീറൈറ്റ് ചെയ്യാം, കമന്റ് ആയിട്ട് എഴുതാം, അഫർമേഷൻസ് ആയിട്ട് എഴുതാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് താങ്ക് യു പറഞ്ഞ് എഴുതാം. തീർച്ചയായിട്ടും നിങ്ങൾ താങ്ക് യു പറയുമ്പോൾ ഈശ്വരനോട്, യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ പോസിറ്റീവ് ചേഞ്ചസിനും, നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റമാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതിനും ഈശ്വരനോട് നന്ദി പറയാം. തീർച്ചയായിട്ടും നന്ദി പറയാൻ മടി കാണിക്കരുത്. കമന്റ് ആയിട്ട് എഴുതാം, നിങ്ങളുടെ താങ്ക് യു മെസ്സേജസ് കമന്റ് ആയിട്ട് എഴുതാം, പോസിറ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് എഴുതാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം.
അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും, അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. ഈശ്വരൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.